السلام عليكم ورحمة الله تعالى وبركاته. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: بادروا بالأعمال سبعا هل تنتظرون إلا فقرا منسيا أو غنى مطغيا أو مرضا مفسدا أو هرما مفندا أو موتا مجهزا أو دجال فشر غائب ينتظر أبي الساعة فالساعة أدهى وأمر. റവാഹു തിർമിസി. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട അബീ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഹദീസാണ് ഓതി കേൾപ്പിച്ചിരിക്കുന്നത്. അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തീർച്ചയായും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖാല പറയുകയാണ്: ബാദിറൂ ബിൽ അമാലി സബ്ആ, 7 കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യണം, ഉളരി പ്രവർത്തിക്കണം. ബാദിറു, നിങ്ങൾ പെട്ടെന്ന് ചെയ്യണം, ബിൽ അമാൽ, സൽക്കർമ്മങ്ങളെ കൊണ്ട്, സബ്അൻ, 7 കാര്യങ്ങൾക്ക് മുമ്പായി. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, നമ്മളുടെ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ആരാധനാ കർമ്മങ്ങൾ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ചെയ്യുന്നതായ ആരാധനകളിൽ എത്രയും പെട്ടെന്നായി കൊണ്ട് നമ്മൾക്കുള്ളതായ ആരാധനാ കർമ്മങ്ങളെ നിറവേറ്റേണ്ടവരാണ്. ഹൽ തൻതളിറൂന ഇല്ലാ ഫഖറൻ മുൻസിയ, നിങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണോ ദാരിദ്ര്യത്തിന്? ആരാധനാ കർമ്മങ്ങളെ മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യത്തിനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ? അതേപോലെ തന്നെ ഔനൻ മുതഗിയ, അല്ലെങ്കിൽ അതിരുവിട്ട് കടന്നതായ സാമ്പത്തികമായ വഴിയെ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണോ? ഔ മർളൻ മുഫ്സിദ, അല്ലെങ്കിൽ ശരീരത്തിനെ ക്ഷയിപ്പിച്ചു കളയുന്ന രോഗത്തിനെയാണോ പ്രതീക്ഷിക്കുന്നത്? ഔ ഹറമൻ മുഫ്നിദ, അല്ലെങ്കിൽ അവശനായ നിലയിൽ വരാൻ പോകുന്ന വാർദ്ധക്യത്തിനെയാണോ, പ്രായത്തിനെയാണോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ഔ മൗതൻ മുജ്ഹിസ, പെട്ടെന്നുണ്ടാകുന്ന മരണത്തിനെയാണോ പ്രതീക്ഷിക്കുന്നത്? അബി ദജ്ജാൽ, അല്ലെങ്കിൽ ദജ്ജാലിനെയാണോ പ്രതീക്ഷിക്കുന്നത്? ഫശർറു ഗായിബിൻ യുൻതളർ, ഈ പറഞ്ഞ ഓരോ പ്രതീക്ഷകളും വളരെ മോശമായ പ്രതീക്ഷകളാണ്. അവിസ്സാത്ത്, അല്ലെങ്കിൽ ഖിയാമത്ത് ദിവസത്തിനെയാണോ, അന്ത്യനാളിനെയാണോ പ്രതീക്ഷിക്കുന്നത്? ഫസ്സാഅതു അദ്ഹാ വഅമർ, അന്ത്യദിവസം എന്നുള്ളത് ഭയാനകവും കഠിനവുമായ സംഭവമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, പറഞ്ഞു വന്ന വിഷയം 7 വിഷയങ്ങൾ നമ്മളിലേക്ക് കടന്നു വരുന്നതിനു മുമ്പ് തന്നെ നമ്മളുടെ അമാലുകൾ എത്രയും പെട്ടെന്ന് ധൃതിയിലായി പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ടതാണ്. നമ്മൾക്കുള്ളതായ ആരാധനാ കർമ്മങ്ങളെ മറപ്പിച്ചു കളയുന്നതായ ദാരിദ്ര്യമുണ്ടാകുന്നതിനൊക്കെ മുമ്പ്, അതേപോലെ തന്നെ അതിരുവിട്ട് പ്രവർത്തിക്കുന്ന സാമ്പത്തിക വഴികളിൽ നിന്നും അത് വരുന്നതിനൊക്കെ മുമ്പ് അമാലുകൾ ചെയ്തു തീർക്കണം. അല്ലെങ്കിൽ ശരീരത്തെ ക്ഷയിപ്പിച്ചു കളയുന്ന രോഗം വരുന്നതിന് മുമ്പ്, അവശനാക്കി കളയുന്ന വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, പെട്ടെന്നുണ്ടാകുന്ന മരണത്തിനൊക്കെ മുമ്പ്, ദജ്ജാൽ കടന്നു വരുന്നതിനൊക്കെ മുമ്പ്, അന്ത്യദിവസം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് അമാലുകൾ ചെയ്ത് തീർക്കേണ്ടവരാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ രോഗികളായി കഴിഞ്ഞാൽ പിന്നീട് ശാരീരികമായിട്ടുള്ളതായ ക്ഷീണം കൊണ്ട് നമ്മൾക്ക് നിസ്കാരം നിർവഹിക്കാനും മറ്റു കർമ്മങ്ങൾ ചെയ്യാൻ വളരെ പ്രയാസം. അതേപോലെ തന്നെ സാമ്പത്തികമായ വഴി തടസ്സമായി കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ദുഃഖങ്ങളുമായി അതിലും നമ്മൾ ആരാധനാ കർമ്മങ്ങളെ മാറ്റി നിർത്തുന്നൊരു സ്വഭാവ രീതി. സാമ്പത്തികമായ വഴി അതിരുവിട്ട് കടന്നു കച്ചവടം കാര്യങ്ങൾ കൂടുതലായി നമ്മൾക്ക് നിസ്കരിക്കാൻ തന്നെ സമയമില്ലാതെയായി. ആ രീതിയിലുള്ളതായ സാമ്പത്തികമായ വഴികൾ വരിക എന്നുള്ളത്, നമ്മൾ നിസ്കാരം നിർവഹിക്കാതെ പിന്നെ നിസ്കരിക്കാം, നാളെ നിസ്കരിക്കാം പറഞ്ഞ് നമ്മളുടെ ആയുസ്സുകളെല്ലാം തീർന്ന് അവശനായി വാർദ്ധക്യമുള്ളതായ ഒരു രംഗം വരുന്നതായ ഒരവസ്ഥ. ആ സമയത്തുള്ളതായ ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നതായ കർമ്മങ്ങളാണ്.
നമ്മൾക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. ദജ്ജാൽ വരുന്നതിനൊക്കെ മുമ്പ്, ഖിയാമത്ത് നാളുണ്ടാകുന്നതിനൊക്കെ മുമ്പ് ആരാധനാ കർമ്മങ്ങളെ നിർവഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യം, നമ്മളുടെ ആയുസ്, നമ്മളുടെ സമ്പത്ത്, ഇതെല്ലാം പടച്ചറപ്പിൻ്റെ അമാലുകൾക്ക് വേണ്ടി ചെലവഴിച്ച് ജീവിതം ധന്യമാക്കേണ്ടതുണ്ട്. എൻ്റെ സ്വന്തം ശരീരത്തിനോടും നിങ്ങളോടും ഉണർത്തിക്കൊണ്ട് ചുരുക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിലേക്ക് പരിപൂർണമായ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.